Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ ഡെസേർട്ടിന്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. Bhapa Doi. Bhapa Doi ഉണ്ടാക്കാനായിട്ട് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. തൈരും കണ്ടൻസ് മിൽക്കും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് തൈരിലെ വെള്ളം ഒന്ന് കളയണം. അതിനായിട്ട് ഒരു മസ്ലിൻ ക്ലോത്ത് എടുക്കുക. മസ്ലിൻ ക്ലോത്തിലേക്ക് നമ്മൾ ഒരു 1/2 ലിറ്റർ തൈര് ആണ് ഒഴിക്കുന്നത്. 2 കപ്പ് തൈര്. രണ്ട് കപ്പ് തൈര് ഇതൊന്ന് കവർ ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. ഒരു 2 മണിക്കൂർ സമയം കൊണ്ട് ഇതിനകത്ത് വെള്ളം വലിഞ്ഞു വരും. നമുക്ക് കട്ടയായിട്ടുള്ള തൈര് കിട്ടും. മാറ്റി വെക്കാം. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതേപോലെ വെള്ളം വലിഞ്ഞ് നല്ല കട്ട തൈര് കിട്ടും. ഇതാണ് നമുക്ക് വേണ്ടത്. ഈ തൈര് ഒരു ബോളിലേക്ക് ഇടാം. ഇതൊരു ബയോവിസ്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്യാം. നല്ല ക്രീമി ടെക്സ്ചറാണ് കിട്ടുക. ഇതിലേക്ക് ഒരു 1/2 തൊട്ട് 1/4 കപ്പ് വരെ നമുക്ക് ചേർക്കാം. നമ്മുടെ മധുരത്തിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് ഞാനൊരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർക്കുകയാണ്. ഇത്തിരി മധുരം വേണ്ടെങ്കിൽ 1/2 കപ്പ് ചേർത്താൽ മതി. നമ്മൾ നോക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കട്ടയൊന്നും ഇല്ലാതെ സ്മൂത്ത് ടെക്സ്ചറാണ് നമുക്ക് വേണം. നല്ല സ്മൂത്ത് ടെക്സ്ചറായിട്ട് കിട്ടി. നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. ഇവിടെ ഞാൻ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പം Bhapa Doi ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്നത് ഒരു 6 ഇഞ്ചിൻ്റെ പാനാണ്. ബേസ് ഒരു 5 ഇഞ്ചേ ഉണ്ടാകത്തുള്ളൂ. അതിൽ ഇതേപോലെ ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ ഇടുക. ഇച്ചിരി നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് സൈഡിലൊക്കെ തൂത്ത് കൊടുക്കുക. നമ്മൾ സ്റ്റീം ചെയ്തെടുത്ത ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് ഈസി ആയിട്ട് വിട്ട് വരാനായിട്ട് എങ്ങനെ ചെയ്യുന്നത്? ഇതിനകത്തേക്ക് ഒഴിക്കാം. അപ്പം നമ്മുടെ ഒരു ചീസ് കേക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഏകദേശം ഇതിന് വരിക. നല്ലൊരു ക്രീമി ടെക്സ്ചറാണ്. ഒന്ന് ടാപ്പ് ചെയ്യുക. ഇത് കവർ ചെയ്യണം. കവർ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റീം ചെയ്യാനായിട്ട് വെക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ലിഡുള്ള പാത്രമാണെങ്കിൽ ലിഡ് വെച്ച് തന്നെ അടയ്ക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഫോയിൽ യൂസ് ചെയ്ത് കവർ ചെയ്യുക. ഈ സ്റ്റീമറിലേക്ക് നല്ലതായിട്ട് ആവി വരാൻ തുടങ്ങുമ്പോൾ സ്റ്റീമറിലേക്ക് വെക്കുക. അടച്ച ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കുക. ഹൈയോ അല്ല ലോവോ അല്ല, മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് ആണ് സമയം എടുക്കുക. അതുവരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഒരു 15 മിനിറ്റ്സോളം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യായിരുന്നു. ഓഫ് ചെയ്യാം. ചെക്ക് ചെയ്യാം. ഇപ്പോൾ കുക്കായി നോക്കാനായിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് നടുക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. ക്ലീൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുക്ക്ഡ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി ഇത് ചില്ല് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ 2-3 മണിക്കൂർ തണുത്ത ശേഷം വേണം ഇത് കട്ട് ചെയ്യാനായിട്ട്. തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മൾ 2 മണിക്കൂർ ചില്ല് ചെയ്ത ശേഷം ഇതേപോലെ സെറ്റായി കിട്ടും. സൈഡൊന്ന് നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യുക. അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് കമത്തി ഇടാം.
നമ്മൾ പാച്ച്മെൻറ്റ് പേപ്പർ വെച്ചേക്കുന്നതുകൊണ്ട് മേലെ ഈസി ആയിട്ട് വിട്ട് വരും. ഇനി ഇത് നമുക്ക് പിസ്റ്റാഷ്യോസോ ആമണ്ട്സോ ഒക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പം പിസ്റ്റാഷ്യോസ് കൂടാതെ ഞാൻ കുറച്ച് റോസ് പെറ്റൽസ് ഗാർണിഷിനായിട്ട് ഉപയോഗിക്കുകയാണ്. ഇതിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും, അവൈലബിൾ ആണ് കടകളിലൊക്കെ. സൈഡിൽ വേണേലും ഇതേപോലെ റോസ് പെറ്റൽസ് വെച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. നമ്മളിവിടെ റോസ് പെറ്റൽസും പിസ്റ്റാഷ്യോസും വെച്ച് ഗാർണിഷ് ചെയ്തു. അപ്പോൾ അത് കൂടാതെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. ആമണ്ട്സോ അല്ലെങ്കിൽ ഡ്രൈഡ് ഫ്രൂട്ട്സോ ഒക്കെ വെച്ചിട്ട് വേണമെങ്കിലും ഗാർണിഷ് ചെയ്യാം. ഇത് സ്ലൈസ് ചെയ്ത് കാണിക്കാം, അതിൻ്റെ അകത്തെ ടെക്സ്ചറൊക്കെ കാണാനായിട്ട്. അതിൻ്റെ ടെക്സ്ചർ കണ്ടോ, നല്ലൊരു ക്രീമി ടെക്സ്ചറാണ്. നമ്മൾ ചീസ് കേക്കൊക്കെ കഴിക്കുന്ന പോലത്തെ തന്നെ ടെക്സ്ചറാണ് വരിക. ഒത്തിരി മധുരം ഉണ്ടാകത്തില്ല. ബാപ്പ ദോയ് അല്ലെങ്കിൽ സ്റ്റീംഡ്, ബാപ്പ എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റീംഡ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ സ്റ്റീംഡ് ആയിട്ടുള്ള ഈ ഒരു ഡെസേർട്ട് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ലൊരു ടെക്സ്ചറുമാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചീസ് കേക്കിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചറാണ് വരിക. ചീസ് കേക്ക് എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ഫ്ലഫിയർ ആയിരിക്കും. ഇത് ഇച്ചിരി ഡെൻസ് ആയിട്ടുള്ള ടെക്സ്ചറാണ്. ഇത് നല്ല ക്രീമി ടെക്സ്ചറുമാണ്. ഒത്തിരി മധുരം ഇല്ല, നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ഡെസേർട്ടാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺ ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.